ഏകദേശം ഒരു വർഷം മുമ്പ് ഇതേ സമയത്ത് എൻ്റെ അച്ഛൻ ഒരുപാട് വിഷമിച്ച ഒരു സാഹചര്യം നമുക്ക് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ വേറെ ഒന്നല്ല, 5 കൊല്ലം നമ്മൾ കൊണ്ടു നടന്ന ഒരു വണ്ടി ഉണ്ടായിരുന്നു, ബൊലേറോ. അത് നമ്മൾ കൊടുക്കേണ്ട ഒരു സാഹചര്യം നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് കുടുംബത്തിലെ ചില ബഡ്ജറ്റിൻ്റെ പ്രഷർ കാരണം കേട്ടോ. അപ്പോൾ ഏകദേശം അത് കഴിഞ്ഞിട്ട് ഇപ്പം ഒരു വർഷം ആകാൻ പോകുന്നുണ്ട്. അപ്പോൾ ഒരു വർഷം ആകുന്നതിന് മുമ്പ് തന്നെ നമ്മളിതാ പുതിയൊരു വണ്ടി എടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നാലോ. അപ്പോൾ കഴിച്ച് നമ്മുടെ വണ്ടി ഏതാ ഞാൻ പറയുന്നില്ല കേട്ടോ. എല്ലാവരും ഇതൊന്ന് കട്ടം പൊന്തിച്ചതിന് ശേഷം എല്ലാവരും കണ്ടാൽ മതി എല്ലാമേ. അപ്പോൾ അമ്മയിൽ ഒരുപാട് എക്സൈറ്റ്മെൻറ്റിലാണ്. നമ്മൾ ഒരു മാസത്തിലേറെ ആയിട്ടാണ് ബുക്ക് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ മാരുതി സുസുക്കി അറിയുന്നതന്നെ നമ്മുടെ റിജിൻ ബ്രോ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളെ വണ്ടി സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അടിപൊളി കസ്റ്റമർ സർവീസ് ആയിരുന്നു അല്ല അച്ഛാ? അപ്പോൾ എങ്ങനെയാ അച്ഛാ, തുറക്കല്ലേ വണ്ടി എല്ലാവർക്കും വേണ്ടി കാണിച്ചു കൊടുക്കല്ലേ? അറിവേ സെറ്റല്ലേ? അപ്പോൾ ഗൈസ് നമുക്ക് വണ്ടി നേരെ ഒന്ന് എല്ലാവർക്കും വേണ്ടി കാണിച്ചു തരാം. ഓക്കെ, അച്ഛൻ കയറിയുന്നുണ്ട് അമ്മ അച്ഛൻ കയറി എന്നാ വാ ബ്രോ ഡെലിവറി ചെയ്യാം. ഓക്കെ വാ, സെറ്റ്. അപ്പോൾ ഗൈസ് നമ്മളെ വണ്ടി ഇതാ ഈ കാണുന്നതാണ്. വണ്ടി ഏതാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. നമ്മൾ ഇത് അൺബോക്സ് ചെയ്തിട്ട് അവൻ പറഞ്ഞുതരാം. ഓക്കെ, അച്ഛൻ അതിനിടയ്ക്ക് ഒരു കറിയെല്ലാം കഴിഞ്ഞ്. നമ്മളെ കാറ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒന്ന് കാണിച്ചു തരാൻ പോവാണ്. നമ്മൾ അച്ഛനുണ്ട്, അതുപോലെ തന്നെ നമ്മളെ ഫാമിലി മൊത്തം ഉണ്ട് കേട്ടോ. അച്ഛാ അപ്പോൾ ഒന്ന് കാണിച്ചു കൊടുത്താലോ? റെഡി, 1 2 3 ഗോ. വിളിച്ചോ? അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ വണ്ടി വരുന്നത്. നമ്മൾ ഇരട്ടിക്കാണ് എടുത്തത് കേട്ടോ. അടിപൊളി. ഞാൻ മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളെ ചാവി ഇതാ നമ്മളെ അച്ഛൻ്റെയും അമ്മേൻ്റെയും കയ്യിലേക്ക് ഇതാ കൈമാറിയിട്ടുണ്ട് റിജിൻ ബ്രോ. അമ്മ എങ്ങനെ സന്തോഷമല്ലേ? അച്ഛാ ഓക്കെ അല്ലേ? എന്നാൽ ഐശ്വര്യമായിട്ട് നമുക്ക് നമ്മളെ യാത്രകൾ തുടങ്ങാം. അപ്പോൾ വണ്ടിയെല്ലാം മൊത്തത്തിലൊന്ന് കാണിച്ചു കൊടുക്കാമല്ലോ അച്ഛാ? ഓക്കെ വാ. അപ്പോൾ ഗൈസ് നമ്മളെ വണ്ടീൻ്റെ ഉള്ളിൽ ഇതാണ് കേട്ടോ വരുന്നത്. അടിപൊളിയല്ലേ ഇങ്ങനെ കാണാൻ? അനിയൻകൂട്ടം കയറിയിരുന്നു. ഓക്കെ, അച്ഛൻ എന്തുണ്ട് ഇരിക്കാൻ? മോശമല്ല, കുഴപ്പമില്ല, അടിപൊളിയല്ലേ വണ്ടി? 7 സീറ്റർ കേട്ടോ നമ്മളെ വണ്ടി വരുന്നത് അല്ലേ അമ്മ? എന്നാ പിന്നെ പോയേക്കാല്ലേ? അപ്പോൾ ഗൈസ് നമ്മൾ നേരെ ഇനി അമ്മ എങ്ങോട്ടേക്കാ? പറശ്ശിനിക്കടവിലേക്ക് പോകണല്ലേ ഇനി? നേരെ പറശ്ശിനിക്കടവ് പോയിട്ട് നമ്മളെ വണ്ടിയൊക്കെ ഒന്ന് അല്ല പൂജിക്കലിന് നാളെ അല്ലേ? പയ്യാവൂരം പറശ്ശിനിക്കടവിലേക്ക് പോകണല്ലേ? അപ്പോൾ ഗൈസ് നമുക്ക് ഇവരെ അടിപൊളി ഒരു ഗിഫ്റ്റും കൂടെ കിട്ടിയിട്ടുണ്ട്. എന്താണ് നമുക്ക് നോക്കാട്ടോ. ജസ്റ്റ് ചോക്ലേറ്റ്. ഓക്കെ, അടിപൊളി സ്വീറ്റ്സ് കേട്ടാ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അമ്മ നേരെ എടുത്ത് പോയേക്കാല്ലേ? ഫസ്റ്റ് തന്നെ ചൂട് വെച്ചേക്കാം. ഓക്കെ, അടിപൊളി. അപ്പോൾ ഗൈസ് നമ്മളെ വണ്ടി ഇതാ ആദ്യം ചൂട് വെക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അച്ഛാ അപ്പോൾ അടിപൊളിയായിട്ട് ഐശ്വര്യമായിട്ട് ഇതാ അച്ഛൻ നമ്മളെ വണ്ടി ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സെറ്റ്. നമ്മൾ വണ്ടി എടുത്തതാ നേരെ നമ്മളെ കണ്ണൂർ ജയിലിന്റെ സൈഡിലോട്ട് ഇങ്ങനെ പോക്കാം. അച്ഛൻ എന്തുണ്ട് ഡ്രൈവിങ്? സൂപ്പർ അല്ലേ? നമ്മളെ ഇരട്ടിക്ക് അടിപൊളി ഏസി ഒക്കെ ഇട്ടിതാ. പാട്ടെല്ലാം വെക്കണത്ര ആരവേ? എങ്ങനെയാണോ? സെറ്റല്ലേ? ഇനി അങ്ങോട്ട് വിളിക്കല്ലേ അമ്മ? അടിപൊളി. ഇത്രയും കാലം നമുക്ക് വണ്ടിയില്ലാത്തന്നെ നല്ലൊരു വിഷമം നമ്മൾ അനുഭവിച്ചിരുന്നല്ലേ അച്ഛൻ? അല്ലേ? നമ്മൾ ആദ്യം ഒരു ബൊലേറോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് വിൽക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അതെ, ഒരു അംഗത്തിനെ പോലെ നമ്മൾ കൊണ്ടുവരുന്ന ഒരു വണ്ടി. അതാ വെച്ചാൽ അത് 24 മണിക്കൂർ അച്ഛൻ വെള്ളം കാണിക്കും. ഒരു ദിവസം പോലെ അതിന് വെള്ളം കാണിക്കാൻ എടുക്കില്ല. അങ്ങനെ കൊണ്ടുവരുന്ന ഒരു വണ്ടിയാണ്. ആ വണ്ടി പോകുമ്പോൾ പെട്ടെന്ന് നല്ലൊരു വിഷമം ഉണ്ടായിരുന്നു. അച്ഛൻ അത് ഈ വണ്ടീന്റെ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന, അതായത് കൊടുത്താക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന വീഡിയോ എൻ്റെ കയ്യിൽ ഇന്നുണ്ട്. ഞാനത് പറ്റുവാണെങ്കിൽ ഇതിനകത്ത് ആഡ് ചെയ്യാട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ ഒരു കാർ എടുത്ത്, ചെറിയൊരു ആൾട്ടോ കാർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അച്ഛന്റെ മുഖം കണ്ടിട്ട് ഞാനും അമ്മയും കൂടി എടുത്ത കാറാണ് അല്ലേ? പക്ഷെ അത് ചെറുങ്ങനെ പാളിച്ച് നമ്മളെ അല്ലേ? അത് ഈ പാളിച്ചല്ല, കുഴപ്പമില്ല, വണ്ടി കുഴപ്പമില്ല. നമുക്ക് കൊടുക്കേണ്ട അവസ്ഥ വന്നു. അത് വെച്ചാൽ നമ്മൾ തന്നെ അതിൽ പ്രത്യേകിച്ച് വരുമാനം കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കൊടുക്കേണ്ട അവസ്ഥ വന്നു. അങ്ങനെ കൊടുത്ത് അച്ഛനോട് പറയാണ്ടാണ് ഞാനും അമ്മയും കൂടി വണ്ടി ബുക്ക് ചെയ്തത്. പിന്നീടുള്ള അങ്ങോട്ടുള്ള സാഹചര്യം എന്ന് വെച്ചാൽ അച്ഛനില്ലാണ്ട് വണ്ടി നമുക്ക് ഇറക്കാണ്ട് പറ്റൂല അല്ലേ? പിന്നെ അമ്മേന്റെ വീട്ടിലാക്കേണ്ടി വരും. അച്ഛനില്ലാണ്ട് ഇറക്കാൻ പറ്റില്ല. അതുകൊണ്ട് സർപ്രൈസ് അങ്ങ് പൊളിഞ്ഞ്. അപ്പോൾ അച്ഛന്റെ വീട്ടിൽ തന്നെ വണ്ടി ഇറക്കിയിട്ടുണ്ട്, അടിപൊളിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇന്നിതാ നല്ല അടിപൊളി വണ്ടി നമുക്ക് എടുക്കാൻ പറ്റിയല്ലേ അച്ഛാ? അതെ, അച്ഛന്റെ മുഖം കണ്ടെങ്കില് എന്റെ അപ്പോ കയ്യില. നമ്മൾ ഇത്രയും കാലം ഒരു 7 സീറ്റർ വണ്ടിക്ക് തന്നെ നോക്കി നടന്നേ. കാരണം വെച്ചാൽ നമ്മൾ 4 ആളും, പിന്നെ വില്ലമ്മ, വില്ലച്ചൻ, പിന്നെ ഏട്ടൻ, ഏച്ചി, അങ്ങനെ കുറെ ആൾക്കാർ നമ്മുടെ കുടുംബത്തിലുണ്ട്. നമ്മൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ എല്ലാവരും കൂടെ വരും അല്ലേ? എല്ലാവരും കൂട്ടിയിട്ടാണ് നമ്മൾ പോകാറ്. അപ്പോൾ ഇപ്പൊ ഇനി നമുക്ക് എല്ലാവരും കൂട്ടി അങ്ങ് സഞ്ചരിക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമന്റ് ചെയ്യാൻ ആരും മറക്കണ്ട കേട്ടോ. ഓക്കെ, നമ്മളെല്ലാ വീഡിയോയിലും അമ്മക്ക് സർപ്രൈസ് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് സർപ്രൈസ് ഇല്ല. അപ്പോൾ അച്ഛന് നല്ലൊരു സമ്മാനം നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതൊക്കെ അറിയുക അമ്മേ.
വേറെ ഭർത്താവ് ഇത് ലാസ്റ്റ് ഞാൻ കണ്ടത് വെച്ചാൽ വണ്ടി കൊടുക്കുമ്പോൾ ഈ കരച്ചില ഞാൻ കണ്ടത്. പിന്നെ ഞാൻ അറിയുന്നത് ഇപ്പാട്ടാ കാണുന്നത്. അടിപൊളി. ഓക്കെ, അപ്പൊ പിന്നെ നമ്മൾ ഇനി നേരെ പറശ്ശിനിലോട്ടാട്ടാ പോകുന്നത്. പറശ്ശിനി മുത്തപ്പന്റെ അടുത്തേക്ക് ഒന്ന് പോകണം അല്ലേ അമ്മേ? നാളെ രാവിലെ പയ്യാവൂർ അമ്പലത്തിലേക്കും കൂടെ പോണല്ലേ? ഓക്കെ, ആരോട്ടാ അടിപൊളിയല്ലേ? ബിരിയാണി വാങ്ങി തന്ന അടിപൊളി. ഓന്റെ ഫുള്ള് അങ്ങോട്ടാണ്. എന്റെ മിക്കവാറെല്ലാം കീസിലായി എല്ലാത്തിന്റെ കീസ് കീറി. ഓക്കെ, അപ്പൊ പിന്നെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് പറ്റുവാണെങ്കിൽ മുത്തപ്പനെയും കൂടെ ഉൾപ്പെടുത്താം അല്ലേ അമ്മ? ഓക്കെ, അപ്പൊ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, പറഞ്ഞ പോലെ തന്നെ ഷെയർ ചെയ്യാം. ഓക്കെ.